ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നാരായണീയം ദശകം 83. പൗണ്ഡ്രകവധം. ശ്രീകൃഷ്ണനെ പോലെ ഞാനാണ് വാസുദേവൻ, അല്ലെങ്കിൽ ഞാനാണ് വാസുദേവൻ്റെ യഥാർത്ഥത്തിലുള്ള പുത്രൻ വാസുദേവൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന പൗണ്ഡ്രകനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിക്കുന്ന ഭാഗമാണ് ഈ ദശകത്തിൽ. പിന്നെ വിവിധൻ്റെ വധവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആഭിചാരക്രിയകൾ ചെയ്യുന്നവർ, ദുർമന്ത്രവാദം കൊണ്ട് നടക്കുന്നവർക്ക് വലിയ ഒരു ശക്തമായ മുന്നറിയിപ്പ് തരുന്നു ഈ ദശകത്തിൽ. അത് നമുക്ക് ഈ കഥകളിലൂടെ പോകുമ്പോൾ കാണാം. കാരണം ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ക്ഷുദ്രശക്തികളെ നശിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ച് ആയിരിക്കുമല്ലോ പലതും ചെയ്യുന്നത്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നവർക്ക് തന്നെ തിരിച്ച് അടിക്കും എന്നുള്ള ഒരു വലിയ തത്വം ഇവിടെ മേൽപ്പത്തൂർ പങ്കുവയ്ക്കുന്നു. അപ്പോൾ 83-ാം ദശകം പൗണ്ഡ്രക വധവും വിവിധ വധവും എന്നുള്ള ആ ഭാഗത്തിൽ ഇവിടെ പറയുന്ന അതിൻ്റെ സന്ദർഭം എന്ന് പറയാം. അതായത് ബലരാമൻ തൻ്റെ സുഹൃത്തുക്കളും യശോദയോടുകൂടിയും അതുപോലെ നന്ദഗോപുരോടുകൂടിയും ഒക്കെ ഗോകുലത്തിലേക്ക് എത്തിയ സമയത്ത്, ആ സമയത്താണ് ഈ കാശി രാജ്യത്തിലെ കരുഷ രാജ്യത്തിലെ ഒരു വസുദേവൻ എന്ന് പറയുന്ന ഒരാളുടെ പുത്രൻ, അയാളുടെ പുത്രൻ്റെ പേരാണ് പൗണ്ഡ്രകൻ. അയാൾ പറയുന്നത് ഞാനാണ് ശരിയായിട്ടുള്ള വാസുദേവനെന്നും എനിക്കാണ് എല്ലാ വിഷ്ണുവിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള ശംഖചക്ര ഗദാ പത്മാവും മഞ്ഞപ്പട്ടും ഒക്കെ എനിക്കാണുള്ളത്, അല്ലാതെ ശ്രീകൃഷ്ണൻ എന്താ പറയുക ഇതൊക്കെ ധരിച്ച് ഇങ്ങനെ വേഷം കെട്ടി നടക്കുകയാണ്, അപ്പോൾ ശരിയായിട്ടുള്ള വാസുദേവൻ ഞാനാണ് എന്ന് പൗണ്ഡ്രകൻ പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ അത് വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ കൂടെയുള്ള ആളുകളൊക്കെ ഇത് പറഞ്ഞ് പൗണ്ഡ്രകനാണ് ശരിയായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വാസുദേവൻ എന്നൊക്കെ പറഞ്ഞ് പൗണ്ഡ്രകനെ ഇങ്ങനെ ഒരു ഈശ്വരനാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു കാലത്ത് ഈ ഒരു ആൾമാറാട്ടം ഉണ്ടല്ലോ, അതാണല്ലോ നമ്മൾ ഈ നാട്ടിലും കൂടുതൽ കാണുന്ന ആൾമാറാട്ടവും തട്ടിപ്പും ഒക്കെ നടക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു ദശകത്തിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൗണ്ഡ്രകൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ ആൾമാറാട്ടം നടത്തി ഞാനാണ് ശരിയായിട്ടുള്ള വാസുദേവൻ, എനിക്കാണ് വിഷ്ണുവിൻ്റെ എന്താ പറയുക എല്ലാ ചിഹ്നങ്ങളൊക്കെ എനിക്കാണുള്ളതെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആ പൗണ്ഡ്രകൻ്റെ നാട്ടിൽ യാദവസേനയോടുകൂടി നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തുകയും ശ്രീകൃഷ്ണൻ പറയുന്നത് അയാളെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ വന്നിട്ട് പൗണ്ഡ്രകൻ്റെ ശരീരം ആദ്യം നോക്കുന്നു. ശരീരം കണ്ടു. ആ ശരീരത്തിൽ ശ്രീവത്സം എന്ന് പറയുന്ന ശരിയായിട്ടുള്ള കൃഷ്ണൻ്റെ മാറിലെ ഒരു മറുകുണ്ടല്ലോ, ആ ശ്രീവത്സം ഉണ്ടാക്കാൻ ഈ പൗണ്ഡ്രകൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നെഞ്ചിനെ പൊള്ളിപ്പിക്കുകയാണ് ചെയ്തത് എന്നും, അങ്ങനെ ശ്രീവത്സം എന്ന ഒരു അടയാളം ഉണ്ടാക്കി. പിന്നെ കൗസ്തുഭരത്നം എന്ന് പറയുന്ന ഒരു മണി, അത് വളരെ വില കൊടുത്ത് വാങ്ങി കഴുത്തിലണിഞ്ഞ് നടക്കുന്നു ഈ പൗണ്ഡ്രകൻ. പിന്നെ കുണ്ടലങ്ങളും അതുപോലെ പീതാംബര വസ്ത്രവും പിന്നെ അതുപോലെ ഇതൊക്കെ ധരിച്ച് നടക്കുന്നു. കൂടാതെ കയ്യിൽ കാരിരുമ്പ് കൊണ്ട് ഒരു ചക്രം ഉണ്ടാക്കി, ഇരുമ്പ് ചക്രം ഉണ്ടാക്കിയിട്ട് അതാണ് സുദർശന ചക്രം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ കയ്യിലുള്ള ശരിയായിട്ടുള്ള സുദർശന ചക്രം അത് അഗ്നിജ്വാലകൾ വമിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് അത് പൗണ്ഡ്രകൻ്റെ ശിരസ്സിനെ ഛേദിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, പൗണ്ഡ്രകൻ്റെ ആ സേനയെ മുഴുവനും വധിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു. പിന്നെ പൗണ്ഡ്രകനെ ഇതൊക്കെ ചെയ്യാൻ കൂട്ടുനിന്ന ഒരാളുണ്ട്, അതായത് കാശി രാജാവ്. ആ കാശി രാജാവിൻ്റെ ശിരസ്സിനെയും ഛേദിച്ചു അല്ലെങ്കിൽ ശിരസ്സിനെ വെട്ടിക്കളഞ്ഞു. പിന്നെ അങ്ങനെ ആ കാശി രാജ്യത്തിൽ പൗണ്ഡ്രകനെ പോലെ ഉള്ള ഒരാൾ അയാളെന്ത് ചെയ്തു, ഇങ്ങനെ എന്താ പറയുക വിവേകമില്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഞാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് വാസുദേവൻ എന്ന് പറഞ്ഞ് നടന്ന ആ ഒരു ആൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. അയാൾ സ്വയം നശിക്കുകയാണ് ചെയ്തത്. ആ ഒരു തത്വമാണ് ഇവിടെ ഉള്ളത്. കാരണം മറ്റുള്ളവരുടെ പ്രശംസയിലും മുഖസ്തുതിയിലും വീഴുന്നവർക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു തത്വം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ പിന്നെ ഭഗവാന്റെ കൈകൊണ്ട് പക്ഷേ അയാൾക്ക് മരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അതൊരു സായുജ്യ മുക്തിയാണ്. മഹാതപസ്സികൾക്ക് പോലും നേടാൻ കഴിയാത്ത ആ ഒരു കാര്യം പിന്നെ ഇവിടെ പൗണ്ഡ്രകന് നേടാൻ കഴിഞ്ഞു. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പക്ഷേ പൗണ്ഡ്രകൻ മരിച്ചു, പൗണ്ഡ്രകനെ വധിച്ചു ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട്. എന്നാൽ ആ കാശി രാജാവിനെയും വധിച്ചല്ലോ. അപ്പോൾ കാശി രാജാവിൻ്റെ പുത്രൻ സുദക്ഷണൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രതികാരത്തോടുകൂടി ശിവനെ പൂജിച്ച് ആ ആഭിചാര കർമ്മങ്ങളൊക്കെ നടത്തി, ദുർമന്ത്രവാദങ്ങൾ, അതാണ് ആഭിചാര കർമ്മം നടത്തിയിട്ട് അഗ്നികുണ്ഡത്തിൽ നിന്ന് കൃത്യ എന്ന് പറയുന്ന അഗ്നിയെ പോലെ നാശക ശക്തിയുള്ള ഒരു പന പോലെ ഉയർന്ന നിൽക്കുന്ന ഒരു ശക്തിയെ ആവിർഭവിപ്പിച്ചു, ഒരു സ്ത്രീ രൂപം. അപ്പോൾ ഈ കൃത്യയ്ക്ക് കൂട്ടായിട്ട് ശിവഭൂതഗണങ്ങളെ പിന്നെ സുദക്ഷണൻ പിന്നെ വരുത്തിച്ചു. അത് പിന്നെ അവർക്കിഷ്ടമില്ലാതിരുന്നിട്ടും വരുത്തിച്ചു. കാരണം ശിവനെയാണല്ലോ പിന്നെ തപസ് ചെയ്ത് ഇത് നേടിയത്. അപ്പോൾ ഈ ഒരു ശിവഭൂതഗണങ്ങളും എത്തി. സുദക്ഷണൻ ദ്വാരകയിലേക്ക് ഈ ശിവഭൂതഗണങ്ങളെയും ഈ കൃത്യ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു രൂപത്തെയും ആ രൂപത്തെയും പിന്നെ ഭഗവാനെ വധിക്കാൻ വേണ്ടി ദ്വാരകയിലേക്ക് അയച്ചു. ഈ രൂപം കണ്ടിട്ട് ദ്വാരകയിലെ പൗരന്മാരൊക്കെ ഭയന്ന് ഓടി. ഭഗവാനെ ഇങ്ങനെ വിളിച്ച് അവസാനം ഭഗവാന്റെ അടുത്ത് വന്ന് അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ കൂളായിട്ട്, ഭഗവാന്റെ സ്വഭാവം അറിയാമല്ലോ, കൃഷ്ണന് ഒന്നിലും പിന്നെ ഇളകാത്ത ഒരാളാണല്ലോ ഭഗവാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂതൊക്കെ കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആ ചൂത് കളിയിൽ ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കാതെ തന്നെ ഒരു പിന്നെ തൻ്റെ കയ്യിൽ കാലചക്രം അതിനെ അയച്ചു ഈ കൃത്യയെ നേരിടാൻ വേണ്ടി. അപ്പോൾ ഈ കാലചക്രത്തിന് എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് 12 ആരക്കാലുകളുണ്ട്. അത് 12 മാസത്തെ കാണിക്കുന്നു. 365 വായ്ത്തലകളുണ്ട്. അത് 365 ദിവസത്തെ കാണിക്കുന്നു. ഈ കാലചക്രം ഭഗവാന് വിധേയമാണ്. കാരണം ഭഗവാൻ പിന്നെ കാലചക്രത്തെ പറയുന്നത് സർവ്വ സംഹാരം ചെയ്യുന്നു, സർവത്തെ രക്ഷിക്കുന്നു, സർവത്തിൻ്റെ ഉൽപ്പത്തിക്കും കാരണമാണ് കാലചക്രം എന്നും ഈ കാലചക്രം സദാ ഭഗവാനെ സേവിച്ച് നിൽക്കുന്നു എന്നും. കാരണം ഭഗവാൻ പറഞ്ഞാൽ കാലചക്രം ഉടനെ അവിടെ എത്തും. അതാണ് കാലരൂപിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കാലത്തിന് വിധേയമാണ്. ആ കാലരൂപിയായ ഭഗവാനെ മാനിക്കാത്തതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ കാലം ഭഗവാന് വിധേയമാണ്. അതാണ് ഭഗവാൻ കാലരൂപിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ കാലചക്രം ജ്വാലാമാലകൾ പ്രസരിപ്പിച്ചുകൊണ്ട് ഭയങ്കരിയായ ആ കൃത്യയുടെ നേർക്കിങ്ങനെ വരും. അങ്ങനെ കൃത്യ വന്നപ്പോൾ കൃത്യ ഇത്രയും ഭയങ്കര ഘോര രൂപത്തിലുള്ള ഒരു രൂപമാണ്. ആ ഭയങ്കരിയായ കൃത്യയെ പോലും ഈ ഭഗവാന്റെ കാലചക്രം ഓടിച്ചു വിട്ടു. അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിലവിളിച്ച് കൃത്യ പിന്തിരിഞ്ഞോടി. അങ്ങനെ പിന്തിരിഞ്ഞോടിയ കൃത്യ അവസാനം പോയി നിന്നത് സുദക്ഷണൻ്റെ അടുത്താണ്. നിന്നതല്ല, സുദക്ഷണനെ തിരിച്ച് ഭസ്മമാക്കി. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ആഭിചാരക്രിയകൾ ചെയ്യുന്നവർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണത്. ആരാണോ ചെയ്യുന്നത് അവർക്ക് തന്നെ അത് തിരിച്ചടിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് പലരും പലതും നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ശത്രു സംഹാരം, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ദുർമന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്കുള്ളൊരു ശക്തമായ മുന്നറിയിപ്പാണ് ഈ കഥയിലൂടെ, ഈ ദശകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് കൃത്യ പിന്തിരിഞ്ഞു പോയത്? കാരണം കൃത്യയ്ക്ക് ഭഗവാന്റെ കാലചക്രത്തെ നേരിടാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തമാണ് ഭഗവാന്റെ കാലചക്രം. മാത്രമല്ല ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ സുദക്ഷണൻ്റെ, കാശിരാജാവിൻ്റെ പുത്രനായ സുദക്ഷണൻ്റെ പ്രവൃത്തി അധർമ്മമായിരുന്നു. ഒന്നാമത്തെ പോയിന്റ്. ഇതവിടുത്തെ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ തത്വം, ആഭിചാരക്രിയ
കർമ്മത്തിന് അയാൾ ഒരുങ്ങി. ആര് ആഭിചാരത്തിന് ഒരുങ്ങുന്നുണ്ടോ, ദുർമന്ത്രവാദത്തിന് ഒരുങ്ങുന്നവർക്ക് അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും എന്ന് ഉള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യം. അത് നമുക്ക് പല കഥകളും പഠിപ്പിച്ചു തരുന്നു. പിന്നെ ദ്വാരകാധീശനെ എതിർക്കാൻ ശിവഭൂതഗണങ്ങളെ പോലും നിർബന്ധിച്ചു, അതിനുവേണ്ടി പ്രേരിപ്പിച്ചു. ഇതൊക്കെയാണ് സുദർശനൻ ചെയ്ത ഏറ്റവും വലിയ ദുഷ്ടതരം. അതുകൊണ്ടാണ് സുദർശനൻ ഭസ്മമായി പോയത്. പിന്നെ മാത്രമല്ല, ജഗത്തിൻ്റെ തന്നെ നാഥനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഇല്ലാതെയാക്കാൻ വേണ്ടി കൃത്യ എന്ന് പറയുന്ന ആഭിചാരത്തിലൂടെ എന്താ പറയുക വന്ന കൃത്യയെ നിയോഗിച്ചു. ഇത്രയും ചെയ്ത സുദർശനനാണ് തിരിച്ചടി കിട്ടിയത്. അപ്പോൾ ആഭിചാരത്തിൽ നിന്ന് ഉണ്ടായ കൃത്യ ആഭിചാരം ചെയ്ത സുദർശനനെ തന്നെ ഭസ്മമാക്കി. ഇതാണ് അവിടെ അടിവരയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഇവിടുത്തെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ആഭിചാരം ചെയ്യുന്നവർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഇവിടുത്തെ തത്വം. ദേവശക്തികളെ മന്ത്രം കൊണ്ട് വശത്താക്കിയിട്ട് പൈശാചിക കർമ്മങ്ങൾക്ക് നിയോഗിക്കുമ്പോൾ ആ ആഭിചാരങ്ങൾ ചെയ്യുന്നവർക്ക് തന്നെ ആ ദുഷ്ടശക്തികൾ അത് ചെയ്യുന്നവനെ തന്നെ നശിപ്പിക്കുമെന്നുള്ള ആ വലിയ തത്വമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കാശി രാജാവ് ഭസ്മമായിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ തത്വം നമ്മൾ ഈ ലോകത്തിന്, ഇന്നത്തെ ലോകത്ത് പല പല അന്ധവിശ്വാസങ്ങളിൽ നടക്കുന്ന അജ്ഞാനം, അവിദ്യ, മായ കൊണ്ട് പല അതായത് ആഭിചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും ചെയ്യുന്നവർക്കുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഈ ഒരു ഭഗവാന്റെ ഈ ഒരു ദശകം. അപ്പോൾ പണ്ട് വേറൊരു കഥയും കൂടെ ഇവിടെ പറയുന്നു, വിവിധൻ്റെ വധം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ അവതാരത്തിൽ സുഗ്രീവൻ്റെ മന്ത്രിയായിട്ട് വിവിധൻ എന്ന ഒരു വാനരനുണ്ടായിരുന്നു. ഈ വിവിധൻ മൈന്ദനോടൊപ്പം ഈ വിവിധനും പണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. ആ പരാക്രമം കണ്ടിട്ട് ഭഗവാൻ വിവിധനെ ദ്വാപരയുഗത്തിലും നീ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് ആ ദ്വാപരയുഗത്തിലും ഇപ്പോൾ വിവിധൻ ജീവിക്കുന്നു. ഇതുപോലെയാണ്. അത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, രാമരാവണ യുദ്ധത്തിൽ രാമനെ സഹായിച്ച ജാമ്പവാൻ ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നു, എന്നാൽ ദ്വാപരയുഗത്തിലുണ്ടായിരുന്നതായിട്ട് നമ്മൾ സത്രാജിത്തിൻ്റെ കഥയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ വിവിധനും, ജാമ്പവാനെ പോലെ വിവിധനും നരകാസുരൻ്റെ മന്ത്രിയായിട്ട് സജീവനായി തീർന്നു. അങ്ങനെ നരകാസുരനെ ഭഗവാൻ വധിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ വിവിധൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നരകാസുരൻ്റെ മന്ത്രിയാണല്ലോ വിവിധൻ. അപ്പോൾ ഭഗവാൻ നരകാസുരനെ വധിച്ചപ്പോൾ വിവിധൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ദേശവാസികളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ വിവിധന് ആഗ്രഹമുണ്ടായി എന്നുള്ളൊരു സത്യമാണ്. കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ദുഷ്ടതരം ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പ്രജകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ബലരാമൻ ആ സമയത്ത് കുറച്ച് മദ്യപാനമൊക്കെ ചെയ്ത് കുറേ സുന്ദരികളൊക്കെ ആയിട്ട് ഉല്ലസിക്കുന്ന ഒരു സമയത്ത് ഈ വിവിധൻ ആ ഭാഗത്തേക്ക് കടന്നു പോയപ്പോൾ ആ ശല്യപ്പെടുത്തിയ സമയത്ത് ഭഗവാൻ ഭഗവാന്റെ അംശാവതാരമാണല്ലോ ബലരാമൻ. അപ്പോൾ ബലരാമൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തൻ്റെ കൈത്തലം കൊണ്ട് വിവിധനെ അടിച്ചു വീഴ്ത്തി നിലത്ത്. അതോടുകൂടി വിവിധൻ മരിച്ചു വീണു. അപ്പോൾ ഇവിടെ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചില്ലെങ്കിലും അംശാവതാരമായ ബലരാമൻ്റെ കൈകൊണ്ട് മരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിന് വിവിധൻ പുണ്യം ചെയ്തതായിട്ട് പറയുന്നു ഇവിടെ. അപ്പോൾ ഭഗവാന്റെ ലീലകളുടെ കാര്യകാരണങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അത് കാരണം നമ്മുടെ ജ്ഞാനം അതിന് പര്യാപ്തമല്ല എന്നും മേൽപ്പത്തൂർ നമ്മളോട് പറഞ്ഞു തരികയും നമുക്ക് ഭഗവാനോട് ശാന്തിയും സമാധാനത്തിനും വേണ്ടി അപേക്ഷിക്കാം. അങ്ങനെ രോഗങ്ങളൊന്നുമില്ലാതെ രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാമെന്ന് നമുക്ക് നിർദ്ദേശം തരുന്നു മേൽപ്പത്തൂർ. അപ്പോൾ നമുക്ക് 83-ാമത്തെ ദശകം പാരായണം ചെയ്യാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. ഗണേശായ നമ. സരസ്വതി നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. 83-ാം ദശകം പാരായണം പൗണ്ഡ്രക വധവും വിവിധ വധവും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന്
നാരായണീയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ചൊല്ലാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. 83-ാം ദശകം പൗണ്ഡ്രകവധവും വിവിധവധവും. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹൂതാനുപേദയമുനാ ധമനേദം മഥാന്തേ സ്വൈരം സമാരമതി സേവകവാധമൂഢോ ദ്യൂതം നിയുക്ത തവ പൗണ്ഡ്രകവാസുദേവഃ. നാരായണോ അഹം അവതീർണൈഹാസ്മി ഭൂമൗ ദത്സേ കില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം രജമാം ഇതി ത്വാം ദൂതോ ജഗാദ സകലൈർഹസിതസഭായാം. ദൂതേധ യാദവതി യാദവ സൈനികൈസ്ത്വം യാദോ ദദർശൈതവഭു കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം. കാളായ സന്നിജ സുദർശനമസ്യ ദോസ്യ കാലാ അനലോത്കരകിരേണ സുദർശനേന ശീർഷം ചകർത്തിത മമർദ്ധിത ചാസ്യസേനാം തന്മിത്രകാശിബശിരോപി ചകർത്തകാശ്യാം. ജാളേന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സഹ സായുജ്യമേവ ഭവദൈക്യ ധിയോ ഗതോ ഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യ ഏവേയാത്. കാശീശ്വരസ്യ തനയോദസ്ദക്ഷിണാഖ്യാഃ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാരഃ കൃത്യാനലം കമപി ബാണ രണാദിബീധൈർഭൂതൈകദഞ്ജന ഹൃദൈ സമം അഭ്യമുഞ്ചത്. താലപ്രമാണചരണാം അഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈകഥിതോപി പൗരൈഃ ദൂത്യോത്സവേ കിമപി നോ ചലിതോ വിഭോ ത്വം പാർശ്വസ്ഥമാശു വിസസർജിതകാലചക്രം. അഭ്യാപദധ്യം ഇദധാംനി ഭഗവന്മഹാസ്ത്രേ ഹാഹേതി വിസ്ധ്രുവവദീ ഖലു ഘോരകൃത്യാ രോഷാത് സുദക്ഷിണമദക്ഷിണചേഷ്ടിതം തം പുപ്ലോഷചക്രമഭി കാശിപുരീമദാക്ഷീത്. സഖലു വിവിധോ രക്ഷോ ഖാദേ കൃതോ ഭഗൃതി പുരാ തവ തു കലയാ മൃത്യും പ്രാപ്തം തഥാ ഖലതാം ഗതഃ. നരകസജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ഝടിതി ഹരിനാ യുധ്യന്നന്ധാ പപാദതലാഹദാഃ. സാംബം കൗരവ്യപുത്രീ ഹരണനിയമിതം സാന്ത്വനാർത്തിം കുരൂണാം യാതസ്തദ്വാക്യ രോഷാത് ഹൃദ കരിനഗരോ മോചയാമാസ രാമഃ. തേ ഖ്യാത്യാ പാണ്ഡവേയർ ഇതി യദുപുത്ര പ്രധാനാം നാമുജസ്ത്വം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്ധ്യൈ നിഷേവേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. 83-ാം ദശകം പൗണ്ഡ്രകവധവും വിവിധവധവും ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഓം തത്സത്. നന്ദി, നമസ്കാരം. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.